ഹലോ! നമ്മുടെ ഏതോ ശർമ്മ കൽപ്പന പുത്തൻ പ്രൊമോ എത്തിയിരിക്കുകയാട്ടോ. അപ്പൊ ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ നമ്മുടെ മനോരമ ഭർത്താവിന്റെ അടുത്ത് ഇങ്ങനെ പറയുകയാട്ടോ. "ഓ നിങ്ങൾ എന്നും ഏസാറിന്റെ ജോലിക്കാരനായിട്ട് ഇങ്ങനെ നിൽക്കാനാണോ പ്ലാൻ? വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? നാണാകുന്നില്ലേ ഏസാറിന്റെ ഒരു പൈസയും പറ്റി ജീവിക്കാൻ" എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനോരമ സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കുകയാട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിയും കൊണ്ട് മുറിയിൽ ചെന്ന് മുറി അടച്ചിട്ടിട്ട് കുറെ പറയുന്നുണ്ട്. "നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നീ അതിന് ഞാൻ പറയുന്നത് അനുസരിച്ചേ മതിയാവൂ" എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, "ഞാൻ നിങ്ങളെ എങ്ങനെയാ വേദനിപ്പിച്ചത്? പറ. നിങ്ങളൊന്ന് തുറന്ന് പറയ്. എന്താ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് പറയ്" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, "ഇല്ല ഞാൻ ഒന്നും ആരോടും പറയില്ല. തൽക്കാലം ചേച്ചിക്ക് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ" എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതി അവിടെ നിന്നും ഇങ്ങനെ ഭയങ്കര വഴക്കിട്ട് ഇങ്ങനെ പോകുന്ന പോലെ പോകുന്നുണ്ട് ട്ടോ. "നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ ഞാൻ നിങ്ങളുടെ അടിമയൊന്നും അല്ല. നിങ്ങളുടെ ഭാര്യയാണ്" എന്ന് പറയുന്നുണ്ട്. അപ്പൊ അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്, "അത് മറ്റുള്ളവരുടെ കണ്ണിലല്ലേ. ഇവിടെയും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ" എന്നൊക്കെ പറഞ്ഞ് അശ്വിനും നമ്മുടെ ശ്രുതിയും ഭയങ്കര വാക്ക് തർക്കമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ആകാറായി. ആ ഒരു ലെവൽ വരെ എത്തി. അപ്പത്തേക്കും കറക്റ്റായിട്ട് നമ്മുടെ അഞ്ജലി ഇങ്ങനെ മുറി തുറക്കുമ്പോൾ ഇവരിങ്ങനെ കശപിശയും പറഞ്ഞിങ്ങനെ എന്താ പറയാ ഒന്നും രണ്ടും പറഞ്ഞിങ്ങനെ ഭയങ്കര കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമായിരിക്കും നമ്മുടെ അഞ്ജലി കാണുന്നത് കേട്ടോ. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അഞ്ജലിക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലെ? അപ്പൊ എന്തായിരിക്കും ഇവര് പറയാൻ പോകുന്ന ഒരു കള്ളക്കഥ എന്തായിരിക്കും അല്ലെ? നമുക്ക് നോക്കി തന്നെ കാണാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.